ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പിക്ക് റെഫറൻസ് ചെയ്തൊരു സൂട്ടാണ്. വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയൽ റെഫറൻസിൽ കൊടുത്തപ്പോൾ സെൽഫായിട്ട് കൊടുക്കാതെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് കൊടുക്കുന്നത്. ഇതാണ് ഡിസൈൻ വരുന്നത്. ട്രേസ് ചെയ്ത് കാണാം. മെറ്റീരിയലിലേക്ക് ഇത് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് മെറ്റീരിയൽ വരുന്നത് ഗോൾഡൻ റെയിൻബോ കളർ കട്ട് ബീഡും 3mm പേളും 2mm ഗോൾഡൻ സീക്വൻസും പിന്നെ ഗോൾഡൻ സെറി. പിന്നെ പാച്ച് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നെറ്റ്, റെഡ് കളർ നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ ഫ്ലവേഴ്സ് എല്ലാം നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള അപ്ലിക് വർക്കാണ് ചെയ്യുന്നത്. സെറി ഉപയോഗിച്ചാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. സെറി ഒഴിച്ചുള്ള ഔട്ട്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രാ ഉള്ള നെറ്റ് റിമൂവ് ആക്കിയ ശേഷം കട്ട് ബീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈനും കൊടുക്കുന്നുണ്ട്. സെറിയോട് ചേർന്ന് തന്നെയാണ് കട്ട് ബീഡിലുള്ള ഔട്ട്ലൈനും കൊടുക്കുന്നത്. കട്ട് ബീഡ് ഉപയോഗിച്ചുള്ള ഔട്ട്ലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നെറ്റിന് താഴെയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. നെറ്റിന് താഴെ ഭാഗം റിമൂവ് ചെയ്ത് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മിസ്സായിപ്പോയി. ഇനി ലൈൻസൊക്കെ ചെയ്യുന്നത് 5 കട്ട് ബീഡ്, പിന്നെ ഒരു സീക്വൻസ്, പേള് സീക്വൻസ്, വീണ്ടും കട്ട് ബീഡ്, അങ്ങനെ വെച്ചാൽ ലൈനെല്ലാം ഫുൾ ചെയ്യുന്നത്. പേളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഓരോരോ സീക്വൻസ് വരുന്ന രീതിയിൽ ലൈൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നിന്ന് ലീഫിനൊക്കെ കട്ട് ബീഡ് ഉപയോഗിച്ചിട്ടുള്ള ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ലോഡിങ് ചെയ്യുന്നത്. നോർമൽ ലോഡിങ്, ബേസ് ലൈൻ ഒന്നും കൊടുക്കാതെ നോർമൽ ലോഡിങ് ആണ് ചെയ്യുന്നത്. ഇനി നിന്നത് ഈ ഒരു ഷേപ്പിലുള്ള ലീഫിൻ്റെ ഡിസൈനാണ്. അതിലേക്ക് കട്ട് ബീഡ് മാത്രം ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് കൊടുത്തിട്ട് വീണ്ടും ഷേപ്പ് അനുസരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ കട്ട് ബീഡിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് ബോർഡറായിട്ട് സ്കാലപ്പ് ചെയ്യുന്നുണ്ട്. അതും കട്ട് ബീഡ് വെച്ച് തന്നെ സ്കാലപ്പ് ചെയ്യുന്നുള്ളത്.
ആ കേർവ്സ് വരുന്ന ഭാഗത്തെല്ലാം ഓരോരോ കട്ട് ബീഡ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 3D എഫക്റ്റ് പോലെയാണ് ഇത് കൊടുക്കുന്നത്. കട്ട് ബീഡും പേളും ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. 2 കട്ട് ബീഡും പേളും വെച്ചിട്ട് പേള് ഒഴിവാക്കി കട്ട് ബീഡിൽ തിരിച്ച് സൂചി ഇറക്കി വിടുന്നത്. നോർമൽ ത്രെഡും നീഡിലും വെച്ചാണ് ചെയ്യുന്നത്. ഹാങ്സ് ഒക്കെ ചെയ്യുന്ന പോലെ 2 കട്ട് ബീഡും ഒരു പേളും വെച്ചിട്ട് പേൾ ഒഴിവാക്കിയിട്ട് കട്ട് ബീഡിൽ തിരിച്ച് നീഡിൽ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഒരു എംബോസ് ചെയ്തിട്ടൊരു സ്റ്റാൻഡിങ് പോലെ നിൽക്കും ഇവിടെ. പിന്നെ ഇതിൽ കട്ട് ബീഡ് വെച്ച് ലോഡിങ് ചെയ്ത ലീഫിനെല്ലാം ചുറ്റും സെറി വെച്ചിട്ട് ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതാ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ സ്കാലപ്പിന് ചുറ്റും സെറിയുടെ ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.